ഹായ്, ഇന്ന് ഞാനും നിവ്യയും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ കൂടി ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നത് എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കാം, എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാം എന്നൊരു പ്ലാനുമായിട്ടാണ്. കാരണം നാളെ നിവ്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് വൈകിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഒരു 9:30 ടൈമിൽ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ പോകുന്നതാണിത്. ഇത് ജെയിംസ് ഏട്ടൻ്റെ പുതിയ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ഔട്ടിങ്ങിന് പോകുന്നതാണ് ഇത്. മാത്രം പോകുന്ന വഴിക്ക് വിശക്കും. അതെല്ലാം സെറ്റ്. ശരിക്കും ഒരു നൈറ്റ് ഓഫിനാണ് നമ്മളിത് പ്ലാൻ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് പോകേണ്ടി വന്നു. വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. സോ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ വന്നത് ഹണി ചില്ലിയിലാണ്. അപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ഇവരൊക്കെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ കഴിച്ചിട്ട് കുഴിമന്തി ഭയങ്കര അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവിടുത്തെ നല്ലതായിരിക്കുമോ. മുന്നേ ഇതുപോലൊരു കടയിൽ ഞങ്ങൾ പോയിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് പോയിട്ട് കൊള്ളില്ലായിരുന്നു കേസ്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഈ കുഴിമന്തി വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി കേസ്. കാരണം ഇവിടുത്തെ അടിപൊളി റൈസും ആയിരുന്നു. അടിപൊളി നമ്മൾ വാങ്ങിയത് പെരി പെരി അൽഫാം മന്തിയാണ്. അടിപൊളിയായിരുന്നു കേസ്. അപ്പോൾ നിങ്ങളൊരു കുഴിമന്തി ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. നമ്മൾ പെരി പെരി അൽഫാമും അതുപോലെ ബീഫ് മന്തിയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് പെരി പെരിയാണ് കേസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞു. അതായത് 50 പൈസയുടെ മിഠായി, 50 പൈസ റിയാൽ. അതാ 75 പിന്നെ വെള്ളം. കൊള്ളാലോ. സ്കിന്നൊക്കെ ഇത്ര ഗ്ലോ ചെയ്യുന്നില്ല. നല്ല ലൈറ്റ്, നല്ല രസമുണ്ടല്ലേ. 50 പൈസ, 50 റിയാൽ, 50 തലാല് ഒരെണ്ണത്തിന്. ഇത് 3 റിയാല്. അല്ല, ഇത് 2 റിയാല്. 2 റിയാലോ? ഇത് താമരനാട്ടി ഇതിൽ എഴുതിയേക്കുന്നത്. എന്റെ കൂടെ പഞ്ചവനം കൺകാലം. നമ്മൾ എവിടെ ഇറങ്ങിയാലും പാട്ടും കച്ചേരിയൊക്കെ നമുക്ക് നിർബന്ധമാണ് കേസ്. അങ്ങനെ നമ്മൾ പാട്ട് പാടിയപ്പം അവിനാശ് ചേട്ടൻ ഇതുവരെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാത്ത കാരണം അവിനാശ് ചേട്ടൻ്റെ നമ്മുടെ പാട്ടൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. അങ്ങനെ തിരിഞ്ഞു നോക്കിയ നോട്ടമാണ് നിങ്ങൾ കണ്ടത്. ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ നേരെ കാറിലിരുന്ന് പ്ലാൻ ചെയ്ത ലൊക്കേഷനാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൂത്രം. ഇത് താറാവല്ലേ? ഇത് മുഷി. അത് മുഷി വലിയ കൊമ്പാ അവന്റെ കേട്ടോ. എന്നതാണേ ഒത്തിരി മീനുണ്ട് ഇവിടെ. പിടിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ ഇതിന്? പൊതുറു മീൻ. അതിന് ചേച്ചി ഇതിന് ഇത് കനാലിലെ മീൻ പോലെ ധാരാളം മീൻ. ആരാ? കൊളക്കോഴി. ഫ്രൂട്ട്സാ? അതല്ലേ ഞാൻ പറഞ്ഞു, ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മതി അതിന് പറക്കാൻ. എനിക്ക് ഇറങ്ങിയിട്ട് ഒരെണ്ണത്തിന് കൈ പിടിച്ചാ കൊള്ളാന്നുണ്ട് ചേച്ചി. അത് ഞാൻ കണ്ടു. അതില്ലേ ഞാൻ നേരത്തെ അവിടെ നിന്ന് വെള്ളം ആടി. ആ കാശിക്കൊക്കെ തോന്നുന്നു എനിക്ക്.
കൊള്ളാടി ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എല്ലാ ഹബീബി പക്ഷെ നല്ല സുഖമായിരിക്കുമല്ലോ ഇതിനകത്തോടെ ഇങ്ങനെ നടക്കാൻ. ഇതുങ്ങളെ ആരാണെങ്കിൽ ഇവിടെ കൊണ്ട് പിടിച്ചത്? ഇവിടെ ഈ കുഞ്ഞുമീനെയൊക്കെ തിന്നിരിക്കും അതിന് ജീവിക്കണം. അതെ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വാദി നമർ വാട്ടർഫോൾസിലാണ്. പെട്ടെന്ന് തീരുമാനിച്ച ഒരു ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. വന്നെത്തിയ ടൈമിൽ ഈ പനകൾക്കിടയിൽ ഒരു കനാല് പോലൊരു സെറ്റപ്പിൽ തൊട്ടപ്പുറത്ത് ഒരു വാട്ടർഫോൾസ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു ഗൈസ്. അതിൽ നിറയെ മീനുണ്ട്, നിങ്ങളെ കാണിച്ച മീനും അതുപോലെ ഒത്തിരി മീനുണ്ട് ഗൈസ്. നമുക്കിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ നോക്കി നിൽക്കാനേ തോന്നും. പക്ഷേ ഇതിനുള്ളിൽ ഇറങ്ങാനോ മീനെ പിടിക്കാനോ ഒന്നിനും നമുക്ക് പെർമിഷൻ ഇല്ല. എന്നെ മാറ്റി പറിച്ചു ഇവിടെ ഒരു പാള പോലൊരു മീൻ, ഒരു മുതുക്ക് മീൻ, ഒരു 6-8 കിലോ കാണുമായിരിക്കും. അവരൊക്കെ ഇതിനടി ഇപ്പോൾ ഒളിച്ചിരിക്കുക, ഇതൊന്നും വരത്തില്ല പുറത്തോട്ട്. ക്യാമറമാൻ്റെ ഒരു ഡെഡിക്കേഷൻ. അപ്പോ അതെ ചേച്ചി, ഓ ഈ മരത്തിന്റെ മുകളിൽ അങ്ങോട്ട് കേട്ട് ഇങ്ങോട്ട് എങ്ങനെയാ വലിയ കയറുന്ന പോലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാർ ലണ്ടനിൽ നിന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേസ്. ഈ പന്നയിൽ എങ്ങനെ കയറും, അതിൽ നിന്ന് എങ്ങനെ തിരിച്ചിറങ്ങും, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡൗട്ട്. ഇത് തിരിച്ചിറങ്ങുമ്പോൾ കാലുവേദന എടുക്കില്ലേ, അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു പനേനെ നിരീക്ഷിച്ചതാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറേ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വാട്ടർഫോൾസിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വാട്ടർഫോൾസിൻ്റെ മുകളിൽ നമുക്ക് ചെല്ലാൻ പറ്റും ഗൈസ്. പിന്നെ നമ്മൾ ചെന്ന ടൈമും പിന്നെ രാത്രി ആവാറായിരുന്നു ഗൈസ്. നമ്മൾ ആ നടന്ന് ഈ ഒരു പ്രദേശം കവർ ചെയ്തപ്പോൾ തന്നെ രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഇതിൻ്റെ വാട്ടർഫോൾസിൻ്റെ മുകളിലോട്ട് പോയില്ല. നമുക്കങ്ങനെ പോവാം പക്ഷേങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെ ട്രാവൽ ചെയ്ത് വേണം അവിടെ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. ജെയിംസ് ചേട്ടൻ്റെ പുതിയ വണ്ടിയാണല്ലോ ഗൈസ്, അതുകൊണ്ട് നമ്മളങ്ങനെ ഓഫ് റോഡൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ ആ മേളിൽ കാണിച്ച് അവിടെ വരെ നമുക്ക് പോകാം കേട്ടോ. ഇത് ഏകദേശം ഒരു ഈവനിങ് നൈറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള വ്യൂസാണ്. ഏകദേശം ലൈറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ശാന്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഗൈസ്. നമുക്ക് കുറച്ചൊരു പീസൊക്കെ വേണമെങ്കിൽ പീസായിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ കുറച്ച് സമാധാനത്തിന് നമുക്കിവിടെ പോകാമെന്നാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് ഗൈസ് ഏറ്റവും അടിപൊളി. ശരിക്കും ഇവിടുത്തെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഗൈസ്. കാരണം ആ വെയിലൊക്കെ കൊണ്ട് അതിൻ്റെ വഴി നടന്നിട്ട് പിന്നെ നൈറ്റ് ആയപ്പം എനിക്ക് മടിയായി ഗൈസ് വീഡിയോ എടുക്കാൻ. പക്ഷേ ഈ വ്യൂ ഒന്ന് നോക്കിക്കേ, എന്ത് അടിപൊളിയാണല്ലേ. ഈ അതുനി ചേച്ചിയും ജെയിംസ് ചേട്ടനെ ഞാൻ വോയിസ് ചെയ്തിട്ട് എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നതാണ് ഇത്. എന്ത് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ. അപ്പം ഇങ്ങനെയാണ് ഗൈസ് വാദി നമർ വാട്ടർഫോൾസിൻ്റെ രാത്രിയിലത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് മുന്നേ നമ്മൾ കണ്ട ആളും തിരക്കൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് സന്തോഷമായിട്ട് പീസ്ഫുള്ളായിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കാം. പിന്നെ ഈ ലൈറ്റും കുറച്ച് കാറ്റൊക്കെ ഈ സമയത്ത് ഉണ്ട് ഗൈസ്, അപ്പോൾ നല്ലതായിരിക്കും. ശരിക്കും ഇവിടുത്തെ ഈ ഒരു ഭംഗി ഇത് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ ഗൈസ്. എനിക്ക് ശരിക്കും അവിടെ നിന്ന് ആ ഒരു മടുത്തതിൻ്റെ ക്ഷീണം കാരണം എനിക്ക് വലുതായിട്ട് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ തോന്നിയില്ല. പക്ഷേ വീട്ടിൽ വന്ന് ഈ വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോഴാണ് എന്ത് അടിപൊളിയായിരുന്നു ദൈവമേ, കുറച്ചും കൂടെ നേരെ അവിടെ നിൽക്കാമായിരുന്നില്ല, കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ വീഡിയോസ് എടുക്കാമായിരുന്നെന്ന് ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത്. നമ്മൾ തിരിച്ചു വന്ന സമയത്ത് അതിന് ചേച്ചി ഒന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണത്. പിന്നെ നമ്മൾ നിവിക്ക് വേണ്ടിയിട്ട് ക്യാൻഡിലും അതുപോലെ ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു നെസ്റ്റോയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിവിക്കുള്ള കേക്ക് ശ്രേയയും ഹസ്ബൻഡും പിന്നെ വേറൊരു ചേട്ടനും അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ശരിക്കും അവരും കൂടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് കാണുമെന്ന്. പക്ഷേ ഭാഗ്യവശാൽ അവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതാണ്. നിവയുടെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. അവൾ എനിവേ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത്രയും ആൾക്കാർ ഉണ്ടായിരുന്ന കാരണം ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയായിരുന്നു കേസ്. നമ്മൾ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് കേക്ക് മുറിക്കാൻ വേണ്ടി ഇരുന്നാണ് നമ്മളൊരു ഗാർഡനിൽ വെച്ചാണ് കേക്ക് സെറ്റ് ചെയ്തത് കേസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ നിവ്യ. ഹാപ്പി. അപ്പോൾ അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു.
അവിടുന്ന് പിരിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫ്രഷ് ലൈമൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി ഗൈസ്. ഞാനും നിവ്യയും സ്റ്റേ ചെയ്തത് അതുനി ചേച്ചി എടുത്തായിരുന്നു അന്ന്. എന്തായാലും ബർത്ത്ഡേ അല്ലേ, അന്ന് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.